നിങ്ങൾ എവിടുന്ന് വരിക? തോപ്പുംപടി. തോപ്പുംപടി, എറണാകുളം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഒത്തിരി വർഷമായിട്ട് വർക്ക് ചെയ്യിക്കാതിരിക്കുവാണോ? ഇത് വർക്ക് ചെയ്തുകൊണ്ട് ചേർന്ന് പെട്ടെന്ന് ഒരു ദിവസം കറണ്ട് പോയി. പിന്നെ വോൾട്ടേജ് ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് മാക്സിമം ശ്രമിക്കാൻ ചെയ്യാൻ പറ്റുമെന്ന്. ഇതിൻ്റെ ഇപ്പോൾ വലിയ ഐ സി ഒക്കെ അടിച്ചു പോയാണെങ്കിൽ നമുക്ക് സ്പെയർ കിട്ടത്തില്ല, ഒത്തിരി പഴയ മോഡലല്ലേ. അപ്പം ഇത് നിങ്ങളന്ന് ചോദിച്ച ആംപ്ലിഫയർ ആയിരുന്നതേ. ഇതിപ്പോൾ ഇതിൻ്റെ പാട്ടൊക്കെ കേട്ടല്ലോ, ഓക്കെ അല്ലേ? ആ, എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത്? ഇതിനെ 200 വാട്ട്സിന്റെ അഗൂജറ 15 ഓഫർ കൊടുക്കാം. JBLന്റെയും 1300 കൊടുക്കാം, 1500 കൊടുക്കാം. സോണിയുടെ 1800 കൊടുക്കാം. JBLന്റെ മറ്റേ പയനിയറിന്റെ 1600 ഡ്യുവൽ കോയിൽ വരെ കൊടുത്ത് നല്ല സൂപ്പർ വർക്കിംഗ്. ഇത് നമ്മൾ പല വിലയുടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കാറയിലൊക്കെ വെക്കാനാണ് നമുക്ക് 1500 രൂപ 2000 രൂപയുടെ മോഡൽസ് കിട്ടും. പിന്നെ നമ്മൾ പവർ സപ്ലൈ സഹിതം ചെയ്യുമ്പോൾ 3000 രൂപയ്ക്കുണ്ട്, 3500 രൂപയ്ക്കുണ്ട്, 4000 രൂപയ്ക്കുണ്ട്. പിന്നെ അതിൻ്റെ പവർ കൂടിയ മോഡലിനൊക്കെ ഒരു 6500 രൂപ റേഞ്ചൊക്കെ വരും. എന്നാണേലും ചെറിയ വിലയേ ഉള്ളൂ. പവർ കൂടുന്നത് 790 വാട്ട്സ് RMS ഉണ്ട്, 90 വാട്ട്സ് RMS ഉള്ള, 800 വാട്ട്സ് RMS ഉള്ള പവറുള്ള സാധനമുണ്ട്, അതുണ്ട്. പിന്നെ അതിൻ്റെ മൈക്കുള്ള മോഡൽസ് ഉണ്ട്. എല്ലാം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സോണി ജിൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ കയറി അതെല്ലാം കാണാം. പിന്നെ എന്താ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിൻ്റെ സാറ് മുമ്പേ ചോദിച്ചായിരുന്നു ഇതിൻ്റെ വർക്കിംഗ് ടൈം. ഇതിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയർ കൂളിംഗ് ആണ്. കൂടാതെ ഒരു ഹീറ്റ് സിങ്ക് അകത്തുണ്ട്. ഒരു ചെറിയ ഹീറ്റേ ഇതിന് വരത്തുള്ളൂ. ഇത് ക്ലാസ് ഡിയുടെ പ്രത്യേകത അനുസരിച്ച് മറ്റേ ഇപ്പം നമ്മളിപ്പോൾ എ ക്ലാസ്, ബി ക്ലാസ്, AB ക്ലാസ് എന്നൊക്കെ പറയുന്ന ആംപ്ലിഫയറുകളെ ഞാൻ കുറ്റമായിട്ട് പറയുമല്ല. അത് അന്നത്തെ കാലത്ത് ആ ടെക്നോളജി ഉള്ളായിരുന്നു. പണ്ട് നമ്മുടെ വീട്ടിൽ ബൾബ് ഉണ്ടായിരുന്നു, അല്ല നമ്മൾ വാൽവ് റേഡിയോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കാലമുണ്ട്. അത് കഴിഞ്ഞ് ട്രാൻസിസ്റ്റർ റേഡിയോ വന്നു. ട്രാൻസിസ്റ്റർ കഴിഞ്ഞ് പിന്നെ IC ആയി, പിന്നെ SMD ആയി, പിന്നെ ചുരുങ്ങി എല്ലാം ചെറുതായിട്ട് ഒരു കൈവെള്ളക്കകത്തായി. പണ്ടൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറി നിറച്ചായിരുന്നു ഒരു കമ്പ്യൂട്ടർ. ഇന്നൊരു കമ്പ്യൂട്ടർ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ പാഡ് ഇതിലൊക്കെ ആയി. അപ്പോൾ അങ്ങനെ വന്ന ഒരു പരിണാമമാണ് ഈ ആംപ്ലിഫയറിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ നമുക്ക് ക്ലാസ് ഡി ആംപ്ലിഫയർ ഒക്കെ ഭയങ്കര വിലയായിരുന്നു. ഇപ്പോൾ സോണി ചെയ്യുന്നുണ്ടായിരുന്നു, പലരും ചെയ്യുന്നുണ്ടായിരുന്നു. 30,000 രൂപ 40,000 രൂപ കൊടുത്താൽ ആ ഒരു ക്വാളിറ്റിയിലുള്ള ഇത് കിട്ടുള്ളൂ. ഇന്നിപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ചെറിയ വിലയ്ക്ക് ഒരു 1500 രൂപയ്ക്കും 1200 രൂപയ്ക്കും ഒരു ആംപ്ലിഫയർ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്ക് നമുക്കിത് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ നല്ല സ്പീക്കറുകൾ ഇരിപ്പുണ്ടെങ്കിൽ ആ സ്പീക്കർ ഇതിന് കൊടുത്താൽ മതി. വേറെ പഴയ സെറ്റൊന്നും നന്നാക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ ഈ സെറ്റ് തന്നെ ആണെങ്കിലും ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 1000 വാട്ട്സ് കറണ്ട് എടുക്കും. 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് കറണ്ട് പോകും. അതിന് നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ മുറിക്കകത്ത് മുഴുവൻ ഹീറ്റും ആവും. ചൂടുള്ള സമയത്താണ് ഈ സാധനം മുടിഞ്ഞ ഹീറ്റായതിന്. കാരണം വെച്ചാൽ ഇതിന് 100 കൊടുത്താൽ 25 സൗണ്ടും 75 ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. 75 ഹീറ്റാണ് വരുന്നത്. 25% നമുക്ക് പാട്ട് കിട്ടുള്ളൂ. AB ആണെങ്കിൽ 50-50, പകുതി ചൂടും പകുതിയും. ഇതെന്ന് പറഞ്ഞാൽ 100 കൊടുത്താൽ 200 കിട്ടും. ഇതിനകത്ത് ഹീറ്റ് എനർജിയേ ഇല്ല. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള, ഞാൻ സാറിൻ്റെ പേര് പറയുന്നില്ല, പുള്ളിക്ക് എസ്റ്റേറ്റ് ഉണ്ട്, കുമളിയിൽ എസ്റ്റേറ്റ് ഉള്ള ആളാണ്. പുള്ളി എന്നോട് വന്ന് പറഞ്ഞ ഒരു സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം കൃഷിസ്ഥലത്ത് കേൾക്കാൻ ദൈവവചനം ഫുൾ ടൈം രാവിലെയും രാത്രിയും നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണം. പെൻഡ്രൈവിൽ റൊട്ടേഷൻ റിപ്പീറ്റ് ഇട്ട് പോകണം. അങ്ങനെ ഒരു ആംപ്ലിഫയർ തരാമെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നത്. പുള്ളി പല ആംപ്ലിഫയർ വെച്ച് എല്ലാം 1 മാസം 2 മാസം കഴിയുമ്പോൾ കത്തിപ്പോവാണ്, ഒന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സോണിയുടെ 2 സ്പീക്കറും ഇതും കൂടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഒരു 4 സ്പീക്കർ 4 ഇടത്തായിട്ട് പുള്ളി വെച്ചിട്ട് പുള്ളി അവിടെ ബാറ്ററി ബാക്കപ്പും വെച്ചിരിക്കുകയാണ്. 12 വോൾട്ട് ഇത് വർക്ക് ചെയ്യും. 12 വോൾട്ട് ബാറ്ററി ബാക്കപ്പും ഇത് വെച്ചിരിക്കുകയാണ്. 6 മാസത്തോളം കാലമായി. ഇതുവരെ ഇത് നിർത്തിയിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർത്താതെ 6 മാസമായിട്ട് ഈ സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സാർ ഇവിടെ വന്നായിരുന്നു. ഞാനൊരു വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പുള്ളി ഇവിടെ വന്നായിരുന്നു. പുള്ളി വന്ന പുള്ളിയുടെ ചേട്ടൻ്റെ TV കംപ്ലൈൻ്റ് ആയിട്ട് പാനൽ മാറാൻ വന്ന, ഡിസ്പ്ലേ പാനൽ മാറാൻ വന്നതാണ്. അങ്ങനെ മാറാൻ വേണ്ടി വന്ന സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു നമ്മുടെ ആംപ്ലിഫയർ എങ്ങനെ പോകും. പറഞ്ഞു ഇതുവരെ നിർത്തിയിട്ടില്ല, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ക്യാമറയും വെച്ചിട്ടുണ്ട്. ആ ക്യാമറയുടെ ഓഡിയോയിൽ ഇത് പാട്ട് പാടുന്നത് പുള്ളി എന്നെ കാണിച്ചതും കൂടെ തന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇത് ടൈം ഒരു റെസ്ട്രിക്ഷനോ ഇത്ര കഴിയുമ്പോൾ ചൂടാകുന്നില്ല. കാരണം ഇപ്പോഴും ഇത് ഓണായി നമ്മൾ ഇത്ര നേരമായിട്ട്